സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കറിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വൃത്തിയാക്കിയ കോഴി കഷ്ണങ്ങളിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കണം. ഒരു ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. അതിലേക്ക് തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ സവാളയും ചുവന്നുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനോടൊപ്പം ആവശ്യാനുസരണം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വരുന്ന പരുവത്തിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല റോസ്റ്റ് പരുവത്തിൽ വരുമ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. വാടിയ ഉള്ളി ഒരു വശത്തേക്ക് മാറ്റി മഞ്ഞൾപ്പൊടിയും ഉപ്പും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും വേണം. ചെറിയ ചൂടിൽ 2 മിനിറ്റ് സ്ലോ റോസ്റ്റ് ചെയ്ത് ഉള്ളിയുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ശേഷം കോഴി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കോഴിയുടെ നീരിറങ്ങി ചാറ് വരുന്ന നേരത്ത് ലേശം വെള്ളം ഒഴിച്ച് 2 തക്കാളി കീറിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഏലക്കയും പെരുംജീരകവും പട്ടയും ഗ്രാമ്പുവും കച്ചോലവും ചെറിയ ചൂടിൽ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. കോഴി വെന്ത് ചാറ് കുറുകുന്ന പരുവത്തിൽ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒരു 20 മിനിറ്റ് തണുക്കാനായിട്ട് വെക്കണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം.